അധ്യായം 8. ക്രിസ്തുവിൻ്റെ ചൂടടയാളം. സുവിശേഷത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കേണ്ടതാണ്. നിലം ഉഴുവാനും വണ്ടി വലിക്കുവാനും ഉപയോഗിക്കുന്ന മൃഗത്തിൻ്റെ ശരീരത്തിൽ ഉടമസ്ഥൻ ചുട്ടുപഴുപ്പിച്ച കമ്പി വച്ചുണ്ടാക്കുന്ന അടയാളമാണ് ചൂടടയാളം. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഏതൊരു വ്യക്തിയും ഇത് ധരിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് യോഗ്യത നേടുവാനുള്ള 8 പ്രമാണങ്ങളെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം. ഈ വചനത്തെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തമുള്ള കഷ്ടതകളെക്കുറിച്ചാണ് ഇനി നാം വിശകലനം ചെയ്യുന്നത്. സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശൗലിനെ ദൈവം ദമസ്കോസിൽ വെച്ച് പിടികൂടുകയും ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടുവെന്ന് നാം വായിക്കുന്നു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന് ഉത്തരം ലഭിച്ചു. കൂടെയുള്ളവർ ശൗലിനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയും കുടിക്കാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്ന ഒരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്നു വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അനന്യാസ് തടസ്സം ഉന്നയിക്കുമ്പോൾ കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്ക് മുൻപിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്നു പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മേൽ ഉദ്ധരിച്ച വേദഭാഗത്തു നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരുവനെ കർത്താവ് ശുശ്രൂഷയ്ക്കായി വിളിക്കുമ്പോൾ അവനെ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ദൗത്യം ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം കഷ്ടമനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 16-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശക്തി വെളിപ്പെടുവാനും ആ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി പുറത്തു വരുവാനും നാമം ധരിക്കുന്ന ആൾ കഷ്ടമനുഭവിച്ചേ മതിയാകൂ. അണുശക്തി പുറത്തു വരണമെങ്കിൽ അണുവിൻ്റെ അഥവാ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് സ്ഫോടനം സംഭവിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും നടക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം വിശുദ്ധ പൗലോസും ശേഷം അപ്പോസ്തലന്മാരും സഹിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ പേരിൽ കഷ്ടം സഹിച്ചേ തീരൂ. പത്രോസിനെയും ശേഷം അപ്പോസ്തലന്മാരെയും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിർത്തുകയും ഈ നാമത്തിൽ ഇനിമേൽ ഉപദേശിക്കരുതെന്ന് അമർച്ചയായി കൽപ്പിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നുവെന്ന് അപ്പോസ്തലന്മാർ അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ പറഞ്ഞു. തന്നിമിത്തം അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ച് ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടുപോയി. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 27 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആദിമ നൂറ്റാണ്ടിൽ സഭയുടെ സ്ഥാപനത്തിനു വേണ്ടി അപ്പോസ്തലന്മാർ കഷ്ടം സഹിക്കുവാൻ സന്നദ്ധരായിരുന്നു. ഫിലിപ്പിയ സഭയുടെ സ്ഥാപനത്തിനായി ദൈവം പൗലോസിനെ യെരുശലേമിൽ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്യിച്ച് മക്കദോനിയയുടെ തലസ്ഥാനമായ ഫിലിപ്പിയ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. ആ പട്ടണത്തിലെ ആദ്യത്തെ ക്രിസ്തീയ വിശ്വാസിയായി തീരേണ്ടിയിരുന്ന ആളിനെ 1500 മൈൽ സഞ്ചരിച്ച്
തുയഥൈര പട്ടണത്തിൽ നിന്നും കൊണ്ടുവന്നു. 2 വിദൂര സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന പൗലോസിനെയും തുയഥൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായിരുന്ന ലുദിയയെയും ഫിലിപ്പിയിലെ ചന്തസ്ഥലത്തുള്ള ഒരു പുഴവക്കത്തേക്ക് കൊണ്ടുവന്നു. രക്താംബരം വാങ്ങുവാൻ വന്ന ജനക്കൂട്ടത്തിനരികിലേക്ക് പൗലോസ് ചെല്ലുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള രക്ഷയെ ഉദ്ഘോഷിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് അവളുടെ ഹൃദയം തുറക്കുകയും അവളും കുടുംബവും സ്നാനമേറ്റ് യേശുവിനോട് ചേരുകയും ചെയ്തു. അങ്ങനെ ഫിലിപ്പ്യ സഭയിലെ ആദ്യ വിശ്വാസികളായി ലുദിയയും കുടുംബവും അംഗീകരിക്കപ്പെട്ടു. അടുത്ത മെമ്പർഷിപ്പ് വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ബാല്യക്കാരത്തിയുടേതായിരുന്നു. അവൾ പൗലോസിൻ്റെ പിന്നാലെ ചെന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. തന്നിമിത്തം അവളുടെ യജമാനന്മാർ പുരുഷാരത്തെ ഇളക്കി അവരുടെ നേരെ വരുത്തി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയെ ഏൽപ്പിച്ചു. പൗലോസിനും കൂടെയുള്ളവർക്കും അടിയേറ്റ് കാരാഗൃഹത്തിൽ വസിക്കേണ്ടി വന്നു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം വലിയൊരു ഭൂകമ്പം ഉണ്ടായി. തന്നിമിത്തം കാരാഗൃഹ പ്രമാണിയും കുടുംബവും 3ാമത്തെ കുടുംബമായി ഫിലിപ്പ്യ സഭയുടെ അംഗങ്ങളായിത്തീരുവാൻ ഇടയായി. വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ലുദിയയും കുടുംബവും, ഭൂതം വിട്ടുപോയ ബാല്യക്കാരിയും കുടുംബവും, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന കാരാഗൃഹ പ്രമാണിയും കുടുംബവും, ഇത്രയും പേർ അങ്ങനെ ഫിലിപ്പ്യ സഭയുടെ ആദ്യ വിശ്വാസികളായിത്തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയിൽ ദൈവസഭയുടെ സ്ഥാപനത്തിനായി പൗലോസിനും ശീലാസിനും ക്രിസ്തുവിൻ്റെ നാമനിമിത്തം മർദ്ദനമേൽക്കേണ്ടി വന്നു. ഈ സഭയ്ക്കാണ് പൗലോസ് പിൽക്കാലത്ത് ഫിലിപ്പി ലേഖനം എഴുതിയത്. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ഈ ലേഖനം കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങളായി കോടാനുകോടി ആളുകൾക്ക് ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആശ്വാസം ലഭിക്കുവാൻ കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ പേരിൽ താൻ അടിയേറ്റതിനാൽ ക്രൈസ്തവ ലോകത്തിന് ലഭിച്ച നന്മയാണ്. വിശുദ്ധ പൗലോസ് ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ ഒരു വലിയ പട്ടിക തന്നെ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ സംഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ഇത്രയും കഷ്ടങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി സഹിച്ച വേറെ ആരെങ്കിലുമുണ്ടോ എന്ന് നാം ചിന്തിച്ചു പോകും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിനായി കഷ്ടമനുഭവിക്കിയാൽ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടമനുഭവിക്കുന്നത് കൂടാതെ സുവിശേഷത്തിനു വേണ്ടിയും കഷ്ടം അനുഭവിക്കണമെന്നും പൗലോസ് പറയുന്നു. 2 തീമോഥെയോസ് 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. കൂടാതെ ഗലാത്യ ലേഖനത്തിൽ 4 കാര്യങ്ങളിൽ ഭാരം ചുമക്കണമെന്നും
സഭയെ ഉപദേശിക്കുന്നു. 1. ബ്രാൻഡ് ബെയറിംഗ്. 2. ബേർഡൻ ബെയറിംഗ്. 3. സീഡ് ബെയറിംഗ്. 4. ഫ്രൂട്ട് ബെയറിംഗ്. ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കണം. ഗലാത്യലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം. ഇങ്ങനെ അപ്പോസ്തോലൻ എഴുതുന്നു, ഐ ബിയർ ഓൺ മൈ ബോഡി ദ ബ്രാൻഡ് മാർക്സ് ഓഫ് ജീസസ്. ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. സുവിശേഷത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കേണ്ടതാണ്. നിലം ഉഴുവാനും വണ്ടി വലിക്കുവാനും ഉപയോഗിക്കുന്ന മൃഗത്തിൻ്റെ ശരീരത്തിൽ ഉടമസ്ഥൻ ചുട്ടുപഴുപ്പിച്ച കമ്പി വെച്ചുണ്ടാക്കുന്ന അടയാളമാണ് ചൂടടയാളം. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഏതൊരു വ്യക്തിയും ഇത് ധരിക്കേണ്ടതാണ്. ഈ അടയാളം ഏറ്റ വ്യക്തി ക്രിസ്തു വഹിക്കുന്ന നുകത്തിൻ്റെ മറുവശത്തുള്ളതായ സ്ഥാനത്ത് ക്രിസ്തുവിനോടൊപ്പം നുകം ഏൽക്കണമെന്നാണ് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. കല്ലും മുള്ളും നിറഞ്ഞ ഊഷരഭൂമിയെ ക്രിസ്തുവിൻ്റെ സഭയാകുന്ന തോട്ടമാക്കി തീർക്കുവാൻ സ്ഥലത്തിനു ചുറ്റും വേലികെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞ് വയൽ ഉഴുതുമറിച്ച് വിത്ത് വിതയ്ക്കുവാൻ നിലത്തെ ഒരുക്കിയെടുക്കുക എന്നതാണ് ഒരു സുവിശേഷകൻ്റെ ദൗത്യം. ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. പാവപ്പെട്ട ഒരു കർഷകൻ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ഒരു സുവിശേഷകൻ കൂടിയായിരുന്ന അദ്ദേഹം ഗ്രാമീണർക്കു വേണ്ടി ഒരു പ്രാർത്ഥനാലയം പണിയുവാൻ തീരുമാനിച്ചു. കർഷകവൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് യൗവനക്കാരനായ മകനും താനും കൂടി ആലയം പണി തുടങ്ങി. എന്നാൽ മേൽക്കൂര വെക്കേണ്ട സമയമായപ്പോൾ കയ്യിലെ പണമെല്ലാം തീർന്നു. നിലം ഉഴുവാൻ ഉപയോഗിക്കുന്ന 2 കാളകളിൽ ഒന്നിനെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് മേൽക്കൂര പണിയുവാൻ മകൻ പിതാവിനെ ഉപദേശിച്ചു. പിതാവ് ദുഃഖത്തോടുകൂടി അത് അനുവദിച്ചു. കാളകളിൽ ഒന്നിനെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് മേൽക്കൂര പണിത് അതിൽ സഭാരാധന തുടങ്ങി. ഉപജീവനമാർഗം അടയാതിരിപ്പാനായി വീണ്ടും ആ പിതാവ് ഒരു കാളയെയും കൊണ്ട് വയലിൽ ചെന്നു. കാളയുടെ ചുമലിൽ നുകത്തിൻ്റെ ഒരു വശം വെച്ചിട്ട് മറുവശത്തെ ഭാഗം സ്വന്തം മകൻ്റെ ചുമലിൽ വെച്ച് വയൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി നടന്നുപോയ ഒരു മിഷണറി ഇത് കണ്ടുകൊണ്ട് ഓടി കർഷകൻ്റെ അരികിലെത്തി. നുകത്തിൻ്റെ കീഴിലുള്ള കർഷകൻ്റെ മകനെ മോചിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. കർഷകൻ പറഞ്ഞു, ഇത് ഞാൻ ചെയ്തതല്ല, അവൻ ഏറ്റതാണ്. മിഷണറി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആ യുവാവിനെ സ്വതന്ത്രനാക്കി. ശേഷം കാളയെ വാങ്ങാനുള്ള പണം കർഷകന് നൽകി. ക്രിസ്തുവിൻ്റെ ചൂടടയാളം വഹിക്കുകയെന്നുള്ളതിന് പൗലോസ് മനസ്സിലാക്കിയ അർത്ഥം ഇതാണ്. പ്രിയ സ്നേഹിത, ഈ അടയാളം ധരിച്ച് ക്രിസ്തുവിൻ്റെ ലജ്ജിക്കാത്ത സാക്ഷിയായി നിലകൊള്ളുവാൻ സമർപ്പിക്കുമോ? ഇന്നത്തെ ഓഡിയോ ബുക്ക് ICPF ആന്തത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. See